ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ സുപ്രധാനമായൊരു പഠന പരമ്പരയുടെ 11ാമത്തെ അവതരണത്തിലാണ്. നമ്മുടെ പഠനം റോമാലേഖനത്തിൽ നിന്നാണ്. അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി എഴുതുന്നു. റോമാലേഖനത്തിലെ വളരെ സുപ്രധാനമായ 2 വേദഭാഗങ്ങളുടെ ചിന്തയിലാണ് നാം ഇപ്പോൾ. ഈ ലേഖനത്തിൻ്റെ തന്നെ പ്രമേയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 2 വേദഭാഗങ്ങൾ. റോമർക്കെതിരെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16, 17 വേദഭാഗങ്ങൾ. ആ വേദഭാഗങ്ങൾ ഇപ്രകാരമാണ് പറഞ്ഞത്: സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പൗലോസ് അപ്പോസ്തലൻ്റെ മനോഭാവം എത്ര മനോഹരമാണ്! സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ, അതായത് സുവിശേഷത്തിൽ, ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാം ഇതിനകം തന്നെ ഈ വേദഭാഗം വിവരിക്കാൻ ആരംഭിച്ച് കുറച്ച് സമയം എടുക്കേണ്ടി വരും. നമ്മൾ ഈ 2 വാക്യങ്ങൾ വിശദീകരിക്കുക. കാരണം പുസ്തകത്തിൻ്റെ പ്രമേയമാണ്. ഈ 2 വേദഭാഗങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പുസ്തകം മനസ്സിലാക്കാനുള്ള താക്കോൽ. അപ്പോൾ ആദ്യമായി നമ്മൾ കണ്ടു, ഒഴിവാക്കാനാകാത്ത പരിഹാരമാർഗം. മനുഷ്യവർഗം നേരിടുന്ന ദുർഗതിയുടെ പരിഹാരമാർഗം ഒറ്റ വിഷയമാണ് സുവിശേഷം. സുവിശേഷം ഒഴിച്ചുകൂടാനാവാത്ത പരിഹാരമാർഗം സുവിശേഷമാണ്. ആ വിഷയം നാം വിശദമായി കണ്ടു കഴിഞ്ഞു. രണ്ടാമത്, ഒഴിച്ചുകൂടാനാകാത്ത ആവശ്യകത, ഒഴിവാക്കാനാകാത്ത ആവശ്യകത എന്താണ്? വിശ്വാസം. 16-ാം വാക്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും. വിശ്വസിക്കണം, വളരെ സുപ്രധാനം. നാം നിസ്സാരമായി മറികടന്ന് അവഗണിച്ചു പോകുന്ന ഒരു വാക്ക് വിശ്വസിക്കുക. ഇപ്പം ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് സുവിശേഷം ദൈവത്തിൻ്റെ ശക്തിയായിത്തീരും. രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയായിട്ട് മാറും സുവിശേഷം. പക്ഷേ വിശ്വസിക്കണം. വിശ്വാസം, ഇംഗ്ലീഷിൽ 2 വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്, ബിലീഫും ഫെയ്ത്തും. ബിലീഫ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വലിയ തെളിവുകളില്ലാതെ തന്നെ അത് സത്യമാണെന്ന് നാം വിചാരിക്കുന്നു, അല്ലെങ്കിൽ അത് ശരിയാണെന്ന് തോന്നുന്നു. അതിനെ ബിലീഫ് എന്ന വാക്ക് ഉപയോഗിക്കാം. മലയാളത്തിൽ ബിലീഫും വിശ്വാസം ഒറ്റ വാക്ക് തന്നെയാണ്, അല്ലെങ്കിൽ വിശ്വാസം. ഇപ്പോൾ ഈ 2 വാക്കുകൾ ഇംഗ്ലീഷ് ബൈബിളിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കപ്പെടുമ്പോൾ റോമാലേഖനത്തിൽ ആദ്യത്തെ വാക്ക് ബിലീഫ് എന്ന വാക്ക് 20 തവണയും വിശ്വാസം എന്ന വാക്ക് 40 തവണയും, മൊത്തം 61 തവണയാണ് റോമാലേഖനത്തിൽ വിശ്വാസം, മലയാളത്തിൽ വിശ്വാസം എന്ന ഒറ്റ വാക്കിൽ തന്നെ അത് അവതരിപ്പിക്കും. പക്ഷേ ഈ മൂലഭാഷയിൽ 2 വാക്കുകളാണ്, ബിലീഫ്, ഫെയ്ത്ത്. രണ്ടും ഒരേ ആശയം തന്നെ ആയതുകൊണ്ട് നമ്മൾ ആ മലയാളത്തിലെ ഒരു വാക്കിൽ തന്നെ തൽക്കാലം നിൽക്കാം. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ഈ വാക്കുകൾ, ഈ പദം എന്തുദ്ദേശിക്കുന്നു എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ പുസ്തക പഠനത്തിൽ വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ 2 വാക്കുകൾ ഇംഗ്ലീഷിലും യവന ഭാഷയിലുമുള്ള 2 വാക്കുകൾ, യവന ഭാഷയിൽ പിസ്റ്റിസ് അല്ലെങ്കിൽ പിസ്റ്റിയോ എന്ന വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും ഭാരപ്പെടേണ്ട. നമ്മൾ സന്ദേശം, ആശയം മാത്രം ഉൾക്കൊള്ളുക. എങ്കിലും ചിലർക്ക് വേണ്ടി പറയുന്നേ ഉള്ളൂ. മൂലഭാഷയിൽ ഇത് ഏത് വാക്കാണ്? പിസ്റ്റിസ്, പിസ്റ്റിയോ. അത് രണ്ടും ശരിക്കും അർത്ഥമാക്കുന്നത് ബോധ്യം വരിക, ഒന്നിനെക്കുറിച്ച് ബോധ്യം വരിക, പൂർണ്ണമായ നിശ്ചയം, ഉറപ്പുള്ളവരായി മാറുക. ഇതാണ് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ വിശ്വാസം, ഒരു വസ്തുവിൽ ഒരു വ്യക്തി വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിക്ക് ആ വസ്തുവിൽ നിശ്ചയമുണ്ടാകണം, ഉറപ്പുണ്ടാകണം. അത് ആ പശ്ചാത്തലത്തിൽ ലഭിക്കും അതിൻ്റെ അർത്ഥം. ഇപ്പോൾ വിശ്വാസം എന്നത് ഒരു ശക്തമായ അഭിപ്രായം ഒരു കാര്യത്തിൽ ഉണ്ടാകുക എന്ന അർത്ഥവുമുണ്ട്. ഒരു വിഷയത്തെക്കുറിച്ച് ശക്തമായ അഭിപ്രായം. ഈ അർത്ഥത്തിലാണ് റോമലേഖനം 14-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു. തനിക്ക് ശക്തമായ അഭിപ്രായമുണ്ട്, ഏത് ആഹാര പദാർത്ഥങ്ങളും തനിക്ക് കഴിക്കാം. വിശ്വാസ നിലയിൽ തന്നെ അത് ബാധിക്കുന്നില്ല. അതേ അർത്ഥം തന്നെയാണ് അതിൻ്റെ 22, 23 വാക്യം, അതേ അധ്യായം. നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധി നിനക്ക് തന്നെ ഇരിക്കട്ടെ. എന്നാൽ നിൻ്റെ നിശ്ചയം, നിൻ്റെ ബോധ്യം നീ സൂക്ഷിക്കുക. താൻ സ്വീകരിക്കാവുന്നതിൽ തന്നെത്താൻ വിധിക്കാത്തവൻ ഭാഗ്യവൻ. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ അത് വിശ്വാസത്തിൽ ഉത്ഭവിക്കായിക്കൊണ്ട് അവൻ കുറ്റക്കാരനായിത്തീരുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. സംശയത്തോടൊരു കാര്യം ചെയ്യുക, ഉറപ്പില്ലാതെ ചെയ്യുക, വ്യക്തമായ ബോധ്യമില്ലാതെ ചെയ്യുക, ദൈവത്തിൽ അത് തെറ്റാണ്. ആ അർത്ഥത്തിലാണ് ആ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ നിലയിൽ
പൗലോസും പുതിയ എഴുത്തുകാരും വിശ്വാസം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം, ആത്മീയകാര്യങ്ങളിലുള്ള വിശ്വാസം എന്നിവയെ പറയാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ റോമാലേഖനത്തിൽ പൗലോസ് വ്യക്തമായിട്ട് ഈ വിശ്വാസം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിവിടെ പറയുന്നു, അത് രക്ഷയ്ക്ക് അടിസ്ഥാന യോഗ്യതയാണ്. ഒരുവൻ്റെ ആത്മരക്ഷയ്ക്കുള്ള അടിസ്ഥാന യോഗ്യതയാണ് അവന് വിശ്വാസമുണ്ടായിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ രക്ഷിക്കുന്ന വിശ്വാസം, ആ വിധത്തിൽ നമ്മൾ ഈ വിഷയം അവതരിപ്പിക്കുകയാണ്. രക്ഷിക്കുന്നു, കാരണം അനേകമാർ വിശ്വാസം എന്ന് പറയുന്നുണ്ട്, പക്ഷെ അവർ രക്ഷിക്കപ്പെടുന്നില്ല, രക്ഷയുടെ അനുഭവമില്ല. ഞാൻ വിശ്വാസി എന്ന് പലരും അവകാശപ്പെടും. അതുകൊണ്ടാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. രക്ഷിക്കുന്ന വിശ്വാസം, ഫലപ്രദമായ വിശ്വാസം. അതിൽ 3 ഭാഗങ്ങൾ ഉൾപ്പെടും: മനസ്സ്, ഹൃദയം, ഇച്ഛാശക്തി. ഈ 3 ഭാഗങ്ങളും ഇടപെടും രക്ഷിക്കുന്ന വിശ്വാസമുള്ള വ്യക്തിയിൽ. ഒന്നാമത് മനസ്സ്. മനസ്സെങ്ങനെയാണ് ഉൾപ്പെടുന്നത്? കാരണം വിശ്വാസം അടിസ്ഥാനപ്പെടുന്നത് നാം കേൾക്കുന്ന സാക്ഷ്യം വിശ്വസിക്കുന്നതിലൂടെയാണ്, നാം കേൾക്കുന്ന പരിജ്ഞാനം അറിവുകളിലൂടെയാണ്. അത് മനസ്സുകൊണ്ടാണ് ഗ്രഹിക്കുന്നത്. നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന വചന സാക്ഷ്യങ്ങൾ, വചനത്തിലുള്ള പരിജ്ഞാനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് അത് ഉൾക്കൊള്ളുകയാണ്. റോമലേഖനം 10-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞത് ഇപ്രകാരമാണ്. റോമർ 10:8. വചനം നിനക്ക് സമീപമായി നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നു, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം. അപ്പോൾ അവർ കേട്ട വിശ്വാസവചനം, അവരോട് പ്രസംഗിക്കപ്പെട്ട വിശ്വാസവചനം അവരത് കേട്ടു. അവരുടെ മനസ്സിൽ ആ പരിജ്ഞാനം അവർ സ്വീകരിച്ചു. അതേ അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറഞ്ഞു, ആകയാൽ വിശ്വാസം കേൾവിയാൽ. ഇപ്പോൾ മനസ്സിൻ്റെ മനസ്സുൾപ്പെടുന്ന വലിയൊരു പ്രവൃത്തിയാണ് കേൾക്കുക. വിശ്വാസം കേൾവിയാലും. എന്ത് കേൾക്കണം? ക്രിസ്തുവിൻ്റെ വചനത്താൽ. കർത്താവ് യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം, അറിവ്, പ്രസംഗം, പ്രഭാഷണം കേൾക്കണം. ഇപ്പോൾ മനസ്സ് ഉൾപ്പെടുന്നൊരു കർമ്മമാണിത്. രക്ഷിക്കുന്ന വിശ്വാസത്തിൻ്റെ ആദ്യത്തെ പടി. ഇപ്പോൾ രക്ഷിക്കുന്ന വിശ്വാസം ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ക്രിസ്തുവിനെക്കുറിച്ച് തന്നെ അറിയണം. അത് പ്രാസംഗികൻ്റെ യാത്രാ വിവരണമല്ല, പ്രാസംഗൻ മറ്റേത് വിഷയത്തിൽ പറയുന്ന കഥകളല്ല. ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കണം. രണ്ടാമത് ഹൃദയത്തിൻ്റെ പങ്കാളിത്തം. കേൾക്കുന്നത് അംഗീകരിക്കണം, വിശ്വസിക്കണം, അതിലാശ്രയിക്കാൻ തീരുമാനമെടുക്കണം. അത് ഹൃദയം ഉൾപ്പെടുന്ന പ്രവൃത്തി. വെറുതെ കേട്ട് തലകുലുക്കിയിരുന്നാൽ പോരാ, കേട്ട് നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വെച്ചാൽ പോരാ. കേൾക്കുന്ന വ്യക്തി ഇത് അംഗീകരിക്കണം, ഇത് സത്യമാണ് എന്ന് അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ തീരുമാനമെടുക്കാൻ തയ്യാറാകുക. ഇപ്പോൾ പുതിയ നിയമത്തിൽ വിശ്വാസമെന്ന് പറയുമ്പോൾ ആ കേൾക്കുന്ന കാര്യത്തിൽ ആശ്രയം വയ്ക്കുക, ആ കേൾക്കുന്ന കാര്യത്തിൽ അവലംബിക്കുക. അവലംബം അല്ലെങ്കിൽ ശരണം വയ്ക്കുക എന്ന വാക്ക് വളരെ പ്രധാനമാണ്. കേൾക്കുന്ന കാര്യത്തിൽ വിശ്വസിക്കുക, പറയുന്നത് പോലെ ചെയ്യാൻ തയ്യാറാകുക. ഞാൻ കൂടെയുണ്ടെന്ന് ദൈവം പറഞ്ഞാൽ ഉണ്ടെന്ന് വിശ്വസിക്കുക. അത് ഹൃദയത്തിൻ്റെ പങ്കാളിത്തമാണ്. ഇപ്പം സുവിശേഷം രക്ഷയ്ക്കായി ദൈവശക്തി ആർക്ക്? വിശ്വസിക്കുന്നവർക്ക്. ഇപ്പോൾ സുവിശേഷത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ദൈവം ചെയ്ത, ക്രിസ്തുവിലൂടെ ചെയ്ത കാര്യങ്ങൾ നാം കേൾക്കുമ്പോൾ അത് മനസ്സുകൊണ്ട് കേട്ടു, ഹൃദയം കൊണ്ട് അത് അംഗീകരിക്കുന്നു. ഇപ്പോൾ വ്യക്തിപരമായൊരു ആശ്രയം, കർത്താവ് യേശു എനിക്ക് വേണ്ടി ചെയ്തു തന്ന ശുശ്രൂഷകളിൽ വ്യക്തിപരമായി എനിക്കൊരു ആശ്രയം, പൂർണ്ണമായ സമർപ്പണം, നിശ്ചയത്തോടു കൂടിയുള്ള സമർപ്പണം, ഒരു ഉറച്ച അവലംബനം അല്ലെങ്കിൽ ഉറച്ച ശരണം. ഇത് ഹൃദയം ചെയ്യുന്നതാണ്. ബുദ്ധിതലത്തിൽ കേൾക്കുന്നു, ഹൃദയം കൊണ്ടാണ് ഈ സമർപ്പണവും ആശ്രയവും എല്ലാം നടക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾ ആ ക്രിസ്തു തനിക്ക് വേണ്ടി ചെയ്തത് അതിൽ അവലംബിക്കും, അതിൽ ശരണം വയ്ക്കും. നാം എന്ത് ചെയ്തു എന്നല്ല, നമ്മൾ ശരണം വയ്ക്കേണ്ടത്, അവലംബിക്കേണ്ടത് യേശുവിലാണ്. കർത്താവ് യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, ഇതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ആശ്രയം നമ്മിലാകരുത്, നമ്മുടെ ആശ്രയം യേശുവിലാണ്. കർത്താവ് യേശു ലോകരക്ഷകനായ കർത്താവ് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പാപപരിഹാര യാഗത്തിനായി എന്ത് ചെയ്തു, എന്ത് നേടിത്തന്നു എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമത് നമ്മുടെ ഇച്ഛാശക്തി, മനഃശക്തി. രക്ഷിക്കുന്ന വിശ്വാസത്തിൽ ഈ ഭാഗം കൂടി ഉൾപ്പെടുന്നു. ഇത് വളരെ സുപ്രധാനമായി ഒഴിവാക്കാനാകാത്തൊരു ഘടകമാണ്. കർത്താവ് യേശുവിൽ ആശ്രയിക്കുന്ന ഓരോ വ്യക്തികളും ആ വ്യക്തികൾ തന്നിൽ തന്നെയല്ല, ആ വ്യക്തി തൻ്റെ ഇഷ്ടത്തെക്കാളുപരി ദൈവ ഇഷ്ടത്തിന് സമർപ്പിക്കണം. തൻ്റെ ഇച്ഛ, തൻ്റെ മനഃശക്തി കൊണ്ട് നിർണയമെടുക്കണം. തൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? ദൈവം എന്താണ് എന്നോട് പറഞ്ഞത്, അതിന് ഞാൻ എന്നെ ഏൽപ്പിക്കണം. പൗലോസിൻ്റെ ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ
നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. റോമലേഖനം 10:3 പൗലോസ് യഹൂദ ജനത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അവർ ദൈവത്തിലെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വഴിക്ക് അവർ കീഴ്പ്പെട്ടില്ല. സ്വന്തം വഴിയിൽ ഉറച്ചു നിന്നു. അതവരുടെ മനഃശക്തി, ഇച്ഛാശക്തിയുടെ പരാജയമാണ്. അവർ കേട്ടു, പക്ഷെ അതിന് കീഴ്പ്പെടുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 6:17 വളരെ വ്യക്തമായി തന്നെ പറയും സുവിശേഷത്തോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് വിധേയപ്പെടേണ്ടത്. റോമർ 6:17 ഇങ്ങനെയാണ് പറഞ്ഞത്: എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പൂർണ്ണമായി ലഭിച്ച ഉപദേശം, ലഭിച്ച സുവിശേഷത്തിന് വിധേയപ്പെട്ട് അനുസരിച്ചു. അത് നമ്മുടെ തീരുമാനമാണ്. കേട്ടു, ഹൃദയം കൊണ്ട് അംഗീകരിച്ച്, വിശ്വസിച്ച്, ആശ്രയിച്ചു. പക്ഷെ മൂന്നാമത് അനുസരിക്കുക. വളരെ വ്യക്തമായി മനസ്സിലാക്കണം, രക്ഷിക്കുന്ന വിശ്വാസം ഇതാണ്. അനുസരിക്കാത്തതുവരെ ഒരു വ്യക്തി കേൾക്കുന്നു, സുവിശേഷം കേൾക്കുന്നു, അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ കൃത്യമായി പറയാൻ പറ്റും ആ വ്യക്തിയിൽ വിശ്വാസമില്ല. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അനുസരിക്കുമ്പോൾ മാത്രമാണ് താൻ വിശ്വസിക്കുന്നു എന്ന് തെളിയുന്നത്. ഇല്ലെങ്കിൽ തന്നെ വിശ്വാസി എന്ന് വിളിക്കാൻ പറ്റില്ല. അനുസരിക്കുവാൻ തയ്യാറാകണം. ഇപ്പോൾ പൗലോസ് ഈ ലേഖനത്തിലുടനീളം വിശ്വാസം എന്ന വാക്കിനോടൊപ്പം അനുസരണവും ചേർത്ത് വെച്ചിരിക്കുന്നത് കാണാം. ഒരു തവണയല്ല, പലതവണ വിശ്വാസത്തിൻ്റെ അനുസരണം വരുത്തേണ്ടതിന്. റോമർ 1:5, റോമർ 2:8, റോമർ 5:19, 6:16-17, 15:18, 16:19, 16:26 ഇവിടെ എല്ലാം കാണാം. വിശ്വാസവും അനുസരണവും ഒരുമിച്ച് നിൽക്കുകയാണ്. ഒരു വിശ്വാസി അനുസരിക്കുന്നവനാണ്. അപ്പം പുതിയ നിയമത്തിൻ്റെ ദൈവശാസ്ത്ര നിഘണ്ടു എന്ന് അറിയപ്പെടുന്ന പുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നാണ്. തലകുലുക്കുന്നതല്ല, നോട്ട്ബുക്കിൽ എഴുതുന്നതല്ല, മനഃപ്പാഠമായി ഏറ്റുപറയുന്നതല്ല, അനുസരിക്കുക. ആ യവന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് വിശ്വസിക്കുക, അനുസരിക്കുക, ആശ്രയിക്കുക, പ്രത്യാശിക്കുക, വിശ്വസ്തയോടെ നിൽക്കുക. വിശ്വാസം എന്ന ഇതെല്ലാം ഉൾപ്പെടുന്നു. അപ്പം രക്ഷിക്കുന്ന വിശ്വാസത്തിൻ്റെ ഊന്നൽ എവിടെയാണ്? ആ വ്യക്തിയിലല്ല, ആ വ്യക്തി കേട്ട കാര്യങ്ങളിലല്ല. പകരം ഊന്നൽ യേശുവിലായിരിക്കണം. യേശുവിൽ വേണം വിശ്വാസത്തിൻ്റെ ഊന്നൽ കൊടുക്കാൻ. നമ്മുടെ വിശ്വാസത്തിൻ്റെ വസ്തു യേശു ആയിരിക്കണം. പരമമായി യേശുവിലായിരിക്കണം. വിശ്വാസം ഒരു നിർദ്ദേശമോ പ്രഖ്യാപനമോ അല്ല, അതൊരു വ്യക്തിയാണ്, യേശുവാണ്. അപ്പോൾ സുവിശേഷം രക്ഷയ്ക്കായി ദൈവശക്തി ആർക്ക്? വിശ്വസിക്കുന്നവർക്ക്. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കുന്നവരെ രക്ഷിക്കാമെന്ന് പറഞ്ഞില്ല. നല്ല ജീവിതം ജീവിക്കുന്നവർക്ക് സുവിശേഷം രക്ഷയ്ക്കുള്ള ദൈവശക്തിയല്ല. സൽപ്രവർത്തികൾ ചെയ്യുന്നവരെ സുവിശേഷം രക്ഷിക്കുമെന്നല്ല. സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർ, കർത്താവ് യേശുവിൻ്റെ മരണം, അടക്കം, ഉയർപ്പ് എന്ന സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർ. ഇതുകൊണ്ടാണ് പൗലോസിന് ഈ ധൈര്യം. ഞാൻ കടക്കാരനാണ്, ഞാൻ ലജ്ജിക്കുന്നില്ല, ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു എന്നൊക്കെ പൗലോസ് പറയാൻ കാരണം അതാണ്. 1 കൊരിന്ത്യർ 15:10 പൗലോസ് വ്യക്തമായി പറഞ്ഞു, ഞാൻ ആകുന്നത് ദൈവകൃപയാലാണ്. ഗലാത്യർ 2:20 എന്നിൽ ജീവിക്കുന്ന ക്രിസ്തുവാണ്, ഞാൻ ക്രിസ്തുവിന് കൂടെ മരിച്ചു. ശ്രദ്ധിക്കുക, ക്രിസ്തുവിനെ കൂടാതെ നമ്മളൊരു പക്ഷേ പലതും ആഗ്രഹിക്കുന്നവരാകാം. ക്രിസ്തു ഇല്ല, പക്ഷെ നമ്മൾ പലതും ആഗ്രഹിക്കുന്നുണ്ട്. പലതും സത്യമാണെന്ന് തോന്നുകയും ഭാവിക്കുകയും ചെയ്യുന്നുണ്ടാകാം. പല നല്ല കാര്യങ്ങൾ ഉദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ക്രിസ്തുവിനെ കൂടാതെ നാം ഒന്നുമായി തീരില്ല. ക്രിസ്തു നമുക്കെല്ലാം സാധ്യമാക്കി തരുന്നത് ക്രിസ്തുവിലൂടെയാണ്. ഫിലിപ്പിയർക്കെതിരെ ലേഖനം 4 അതിൻ്റെ 3-ാം അധ്യായം 7 മുതൽ 9 വരെ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് എഴുതിയത്. ഫിലിപ്പിയർക്കെതിരെ ലേഖനം 3-ാം അധ്യായം 7 മുതൽ 9 കാണാൻ സാധിക്കും. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവ് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസമൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിക്കുന്നതാണ്. സുവിശേഷം എന്നത് ദൈവശക്തിയുടെ പ്രഖ്യാപനമാണ്. സുവിശേഷത്തെക്കുറിച്ചുള്ള 7 ഘടകങ്ങൾ, 7 വസ്തുക്കളൊന്ന് അവതരിപ്പിക്കട്ടെ. തൽക്കാലം 2 കാര്യങ്ങൾ മാത്രം, ബാക്കി നമുക്ക് നാളെ ചിന്തിക്കാം. സുവിശേഷത്തിൻ്റെ സുപ്രധാന 7 ഘടകങ്ങൾ. 1, സുവിശേഷം ദൈവമാണതിന് കാരണം. സുവിശേഷം, ഈ സദ്വാർത്ത
മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുന്ന ഈ സദ്വാർത്തയുടെ ഉറവിടം കാരണം ദൈവമാണ്. മനുഷ്യൻ്റെ ഭാവനയല്ല, മനുഷ്യൻ്റെ സങ്കല്പമല്ല, മനുഷ്യൻ എഴുതിക്കുട്ടി തയ്യാറാക്കിയ പദ്ധതിയല്ല. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. 2, സുവിശേഷത്തിൻ്റെ സ്വഭാവം എന്താണ്? ശക്തിയാണ്. സുവിശേഷത്തിൻ്റെ പ്രകൃതി ശക്തിയാണ്. അത് യഹൂദനെയും യവനെയും എല്ലാ മനുഷ്യരെയും രക്ഷിക്കുവാനുള്ള ദൈവശക്തിയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ഥ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം പറയുന്ന പോലെ, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു സകല യഹൂദന്മാർക്ക് യവനന്മാർക്ക് എല്ലാവർക്കും ആവശ്യമായ യേശു. പക്ഷേ ഈ സുവിശേഷം പ്രയോജനപ്പെടുന്നത് ഒരാളെ രക്ഷിക്കുന്ന എപ്പോഴാണ്? സുവിശേഷം കേൾക്കുന്ന വ്യക്തി സുവിശേഷത്തിൽ വിശ്വസിക്കണം. ആ സത്യം, ആ സാക്ഷ്യം മനസ്സുകൊണ്ട് കേൾക്കണം. മനസ്സത് ഉൾപ്പെടുകയാണ്. ഹൃദയം കൊണ്ടത് അംഗീകരിക്കണം. ശരിയാണ്, എൻ്റെ രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ ക്രിസ്തു ക്രൂശിൽ കാൽവരി ക്രൂശിൽ യാഗമായി മാറി. മരണമടക്കം ഉയർപ്പിലൂടെ എനിക്ക് വേണ്ടി രക്ഷയുടെ കവാടം തുറന്നു. കൂടാതെ എൻ്റെ ഇച്ഛാശക്തി, ഞാൻ തീരുമാനമെടുക്കണം. സുവിശേഷം എന്നോട് ആവശ്യപ്പെടുന്നത് ദൈവഹിതം എന്താണ്? ഞാൻ വചനമനുസരിച്ച് സ്നാനമേറ്റ് ദൈവവൈതലാകണം. ഞാൻ തയ്യാറാകുകയാണ്. അനുസരിക്കാൻ തയ്യാറാകുന്നത് വരെ ഞാൻ വിശ്വാസിയല്ല. കേൾക്കുന്നവരല്ല വിശ്വാസി. യാക്കോബ് വ്യക്തമായിട്ട് പറയും, കേൾക്കുമ്പോൾ നാം സ്വയം ചതിക്കുകയാണ് അനുസരിക്കാതിരുന്നാൽ. ബാക്കിയുള്ള 5 കാര്യങ്ങൾ നമുക്ക് നാളെ ചിന്തിക്കാം. അപ്പോൾ സുവിശേഷം ദൈവശക്തിയാണ്. ആർക്ക്? വിശ്വസിക്കുന്നവർക്ക്. നാം കേൾക്കുന്ന വചനം ദൈവശക്തിയായി മാറും നാം വിശ്വസിച്ചാൽ. വിശ്വസിക്കും, അത് കേൾക്കുക, അംഗീകരിക്കുക, സത്യമെന്ന് ബോധ്യപ്പെടുക, എന്നിട്ട് അതനുസരിച്ച് തീരുമാനമെടുക്കുക. ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുക, കൂട്ടിച്ചേർക്കേണ്ടത് കൂട്ടിച്ചേർക്കുക. വചനം നമ്മെ വിശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് വചനം നമ്മെ കഴുകി വെടിപ്പാക്കി കർത്താവിൻ്റെ വരവിന് യോഗ്യരാക്കി നിർത്തുന്നത്. ഇത് നിങ്ങളുടെ അനുഗ്രഹികളെ തുടരാം അടുത്ത ദിവസം. നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി നന്ദി. താങ്ക് യു.